നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, 2024 2011 2014 ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ മിക്കവാറും ക്രിസ്മസ് എക്സാംസിനൊക്കെ ടീച്ചേഴ്സ് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി ടീച്ചേഴ്സ്, ദ വർഷം, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ടീച്ചിങ് ഫ്രഞ്ച്, ഹിന്ദി, ഇംഗ്ലീഷ് ആർ 48, 80 ആൻഡ് 144. ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ടു ഈച്ച് റൂം ദ സെയിം നമ്പർ ഓഫ് ടീച്ചേഴ്സ്. അതായത് സെയിം നമ്പർ ഓഫ് ടീച്ചേഴ്സ് വേണം. ദ സീറ്റഡ് അറ്റ് ഓൾ ഓഫ് ദം ആർ സെയിം സബ്ജക്റ്റ്. അതായത് മിനിമം നമ്പർ ഓഫ് റൂംസിനകത്ത് സെയിം സബ്ജക്റ്റ് വരുന്ന ടീച്ചേഴ്സിനെ നമുക്ക് മാക്സിമം കൊള്ളിക്കണം. ഇവിടെ എന്താ മീനിങ്? മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ചെയ്യുക എന്തായിരിക്കണം? മാക്സിമം നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ ഓരോ റൂമിലും നമുക്ക് ഉൾക്കൊണ്ടുവരണം. അപ്പൊ മാക്സിമം എന്ന് പറയുമ്പോൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF. അപ്പൊ HCF കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താണ്, ഓരോ നമ്പറിനെയും നമ്മൾ എന്തുകൊണ്ടാണ് HCF കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മിനിമം റിക്വയർഡ് റൂംസിന്റെ എണ്ണം കിട്ടും. മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പേഴ്സ് ഓഫ് ടീച്ചേഴ്സ് എന്നും. അപ്പൊ നമ്മൾ മാക്സിമം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? HCF ആണ്. അപ്പൊ HCF ഓഫ് ഏതൊക്കെ കണ്ടുപിടിക്കണം? 40, 80, 144ന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് കിട്ടുന്ന HCFനെ നമ്മൾ ഓരോ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് റൂംസിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കാം. അതിന് ആദ്യം ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ദാറ്റ് ഈസ് 20. 20യുടെ നേരെ ഹാഫ് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10ന്റെ ഹാഫ് വരുമ്പോൾ 5. അതിന്റെ പ്രൈം ഫാക്ടർ കിട്ടും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ 80 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 വരും. 40യെ നമ്മൾ 2 കൊണ്ട് വരുമ്പോൾ 20 വരും. 20യെ 2 കൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. 10നെ 2 കൊണ്ട് 5 വരും. അതിന്റെ പ്രൈം ഫാക്ടർ ആയി. ദെൻ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 144 ആണ്. 144. 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 വരും. 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 വരും. 2 കൊണ്ട് അഗൈൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 80 വരും. 2 കൊണ്ട് 9 വരും. 9നെ നമ്മൾ ലാസ്റ്റ് വൺ എന്താണ്? 3 പറ്റുള്ളൂ. 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പൊ ഈ 3 നമ്പറിന്റെയും പ്രൈം ഫാക്ടർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 3 നമ്പറിന്റെയും പ്രൈം ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ HCFലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ HCF എന്ന് പറഞ്ഞ എല്ലാത്തിനകത്തും കോമൺ ഉള്ള നമ്പറാണ് അല്ലേ? അപ്പൊ 2�3 മാത്രമേ ഉള്ളൂ. 2�3 ഉണ്ട്, 2�4, 2�4. ഇപ്പൊ 2�3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും HCF. ഇനി നമ്മൾ എന്താ ചെയ്യണേ? മിനിമം നമ്പർ ഓഫ് റൂംസ് എന്ന് പറയുന്നത്, മിനിമം നമ്പർ ഓഫ് റൂംസ് ഈക്വൽ ടു ഈ 40 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 144 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. 40 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 വരും. 5 × 5 40. ഇത് 10 വരും. ഇത് 144 ബൈ 8 എന്ന് പറഞ്ഞാൽ 18 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 + 5 15 + 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 33. മിനിമം നമ്പർ ഓഫ് റൂംസ് എന്ന് പറഞ്ഞാൽ 33 ആണ്. ഇത് ചില വർഷങ്ങളിൽ നമ്മൾ 40ക്ക് വരെ 48 ഇട്ടും വരാറുണ്ട് കേട്ടോ. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.